കാലത്ത് തന്നെ ഒരു നമുക്ക് ഒരു മഹാമാരി എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ദൈവം ഇസ്രായേൽ ജനങ്ങളെ ഈജിപ്തിലെ കുടുംബങ്ങളെ ഒക്കെ ബുദ്ധിമുട്ട് വരുന്നു. പക്ഷെ ഇസ്രായേൽ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളെ അവർക്കൊരു ആപത്തും വരാതിരിക്കാൻ വേണ്ടി അറിയാനുള്ള അടയാളമായിട്ട് ആട്ടിൻകുട്ടി രക്തം കൊണ്ട് പ്രധാനപ്പെട്ട വാതിൽ ഒരു മുദ്രയിടാണ്. ഇവിടെ സൈൻ അതാണ് അതിൽ. ഇപ്പം നമ്മൾ ബ്ലെസ്സിങ് സമയത്ത് വൈദികൻ പ്രാർത്ഥന സമയത്ത് പൗത്രീകരിക്കുന്ന ജനങ്ങളുണ്ട്. കട്ടിലപ്പടിയിൽ പ്രധാനപ്പെട്ട ഡോറിലും ഭിത്തിയിലും മുദ്രകൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ ഈ ഭവനം മുദ്ര ചെയ്യും. അതുകൊണ്ടാണ് നാട്ടിലൊക്കെ എഴുതി മുമ്പിൽ എഴുതുമല്ലോ ഈശോ ഈ കുടുംബത്തിലെ നാഥൻ. ഇതാണ് ഇതിപ്പോൾ ഇത് തമ്പുരാന്റെ ഭവനം. ഇത് വലിയ മാറ്റമാണ്. നമുക്കറിയാം, നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റൽ താമസിക്കാറുണ്ട്, ലോഡ്ജ് ഉണ്ട്, അതുപോലെ ആ മാറ്റം വീടുന്ന തമ്പുരാൻ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ വിളിച്ചറിയിക്കുന്നു. അതിന്റെ പ്രതീകമായിട്ട് നമ്മൾ തിരികെ ലോകത്തിന്റെ പ്രകാശം വിഷയം. പ്രകാശം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആ സാന്നിധ്യം വിളിച്ചറിയിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ തിരികെ. സോ വി ഇൻവോക്ക് ദ പ്രസൻസ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹിയർ. അവർ കർത്താവ് ഇവിടെയുണ്ട്. അപ്പൊ അതിനെ കൺഫേം ആക്കുന്ന സുവിശേഷ പവനെ ലൂക്കാട് സുവിശേഷം 19 അധ്യായം വായിച്ചിട്ട് സക്കേവൂസിന്റെ കഥ നമുക്കറിയാവുന്ന കഥയാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് സക്കേവൂസ് എന്താണ് ആഗ്രഹിച്ചത്? ഹി വാണ്ടഡ് ജസ്റ്റ് സീ ഹൗ ഡസ് ജീസസ് ലുക്ക് ലൈക്ക്. അത്രേ ഉള്ളൂ. കാരണം വലിയ സെലിബ്രിറ്റിയാണ്, ഒരുപാട് ആൾക്കാർ ഈശോയുടെ പിന്നാലെ പോകുന്നു. ഒന്ന് കാണുക, ഒരുപാട് ആൾക്കാർ പിന്നാലെ പോകുമ്പോൾ ഒന്ന് കാണുക, ഈ വ്യക്തി അങ്ങനെയാണ് ഒന്ന് കാണാൻ വേണ്ടി മാത്രമേ സന്തോഷം. അല്ലാതെ വീട്ടിൽ രോഗി കിടക്കുന്ന ആൾക്കാർ പ്രാർത്ഥിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ പ്രത്യേകം ഒരു അപേക്ഷ വേണ്ടി ഒന്നുമല്ല. ജസ്റ്റ് വാണ്ട് ടു സീ ജീസസ് ഹൗ ഡസ് ഹി ലുക്ക് ലൈക്ക്. അപ്പം അതിനുവേണ്ടി ചുങ്കസ്ഥലത്തേക്കുന്ന ടൂൾ ബൂത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വരുവാണ്. എൻ്റെ ഈശോ അപ്പം ബിക്കോസ് എ ക്രൗഡ് ഹി കുഡ് സീ, ആളുകൾ പൊക്കം കൂടെ കാണാൻ പറ്റും. അതിന് മുൻപ് ഓടി ഒരു മരത്തിൻ്റെ ചികിത്സയ്ക്ക് നോക്കുവാണ്. ഇത്രയാണ് ആദ്യത്തെ നമസ്കാരം. നമുക്ക് മനസ്സിലായി. ഇനിയുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഈശോയെ ഒന്ന് കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സക്കേവൂസിന്റെ അടുത്തത് ഈശോ എന്ന് പറയാണ്, സക്കേവൂസ് കം ഡൗൺ, ഐ കം ടു സ്റ്റേ വിത്ത് യു. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കാണ്ട് വരികയാണ്. അത് സക്കേവൂസിനെ സംബന്ധിച്ച് ഒരിക്കലും പ്രതീക്ഷ സ്വപ്നം കാലം പോലും വരാൻ പറ്റാത്ത സംഭവം നടക്കണം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ജീസസ് ടെല്ലിങ് സജീഷ് വിദ്യ ജീസസ് ടെല്ലിങ് ഐ കം ടു സ്റ്റേ വിത്ത് യു. അങ്ങനെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാവും. അപ്പൊ ആ സ്നേഹവും സമാധാനവും സന്തോഷവും നിർണ്ണയിക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന പിന്നെ ഒന്നും ആ ക്ലെൻനെസ് അങ്ങനെ ഒന്നും ഇരിക്കും വിചാരിക്കും. നമ്മളൊക്കെ ഈ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നില്ലേ, അല്ലപ്പോഴും ഡ്രൈ ക്ലീൻ കൊടുക്കും, നല്ല പടപ്പാട് കിട്ടും അല്ലേ. പിന്നെ നമ്മളെടുത്ത് ധരിക്കില്ല, വീണ്ടും കൃഷി നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും വാഷ് ചെയ്യും. നമ്മളുടെ ഭവനം വെഞ്ചരിച്ച ഈ ഭവനത്തില് പിന്നീട് തിന്മയുടെ ശക്തി നമ്മുടെ സംസാരത്തിലൂടെയും പ്രവർത്തനം കൊണ്ടു കഴിഞ്ഞാൽ അതിനെ ക്ലെൻസ് ചെയ്യുന്ന വലിയ പ്രോസസ്സാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോൾ ലോകപ്രകാശം വിഷയം അന്ധകാര ശക്തികളെ മാറ്റുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തുള്ള നമുക്കൊന്നും കാണാനില്ല, പക്ഷെ ഭയങ്കര ഒരു മാറ്റമാണ്. കൺഗ്രാജുലേഷൻ.